അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മുടെ ഒരു ഓപ്പൺ സ്റ്റേജിലെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു അല്പഭാഗമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ എറിയാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മതപ്രഭാഷണ സദസ്സിൽ പറഞ്ഞ ഒരു പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗമാണ് കേൾക്കാൻ പോകുന്നത്. അതായത് അന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ചില ചുരുക്കകാര്യം പറയാം. ഞാൻ ജുമഅക്ക് വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് രണ്ട് സഹോദരന്മാർ എൻ്റെ അടുക്കൽ വന്നിട്ട് ഉസ്താദെ, രണ്ടുപേരും പറഞ്ഞത് അവരുടെ മക്കളെ പറ്റിയാണ്. ഒരാൾ മക്കളെപ്പറ്റി നല്ല ഒരു കാര്യം പറഞ്ഞു, ഒരാൾ ഒരു സങ്കടക്കാര്യം പറഞ്ഞു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ മക്കളെപ്പറ്റി നമുക്കും അങ്ങനെ നല്ല കാര്യം പറയാനുണ്ടാകും, സങ്കടത്തിൻ്റെ കാര്യവും പറയാനുണ്ടാകും. അതെന്താണെന്ന് വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ഈ പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. കൂടാതെ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത്, ഉസ്താദെ മരണമൊക്കെ ചുമ്മാ സാഡല്ലേ, മരണത്തിൻ്റെ കാര്യമൊക്കെ പറയണം, ഞങ്ങൾ ഇനി പ്രസംഗം കേൾക്കണോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കല്ലേ. മരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്, എന്നൊന്നും ജീവിച്ചിരിക്കുന്ന മരിക്കുന്ന സമയത്ത് 4 പ്രതിസന്ധികൾ ഓരോ മനുഷ്യനും ഉണ്ടാകുമെന്ന്. 4 പ്രതിസന്ധികൾ ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലൊക്കെ ഉണ്ടാകും. അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ. മരണത്തെ തൊട്ടല്ല, അള്ളാഹു താല ഈ പ്രതിസന്ധികൾ വരുന്നതിന് തൊട്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഏതൊക്കെയാണ് ആ പ്രതിസന്ധികൾ? ആ പ്രതിസന്ധികളെ മറികടക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? വിശദമായിട്ടുള്ള ഒരു പ്രഭാഷണമാർന്നതിൻ്റെ കുറച്ച് ഭാഗം ഇൻഷാ അല്ലാഹ് കേൾക്കാം. പിന്നെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ മുറുകെ പിടിച്ചാൽ വമ്പൻ നേട്ടമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതിഫലം ഇസ്തിഗ്ഫാറിലൂടെ കിട്ടും. അത് ഏതൊക്കെയാണെന്നും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഒന്ന് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തിരിച്ചു വരാം. ഒരു ദിവസം മദീന പള്ളിയിലേക്ക് കടന്നു വരികയാണ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോ ഒരുപാട് സ്വഹാബിമാര് മദീനത്തെ പള്ളിയിൽ ഇരുന്നിട്ടതാ ഇഅ്തികാഫിൽ ഇരുന്നിട്ട് അവർ ഖുർആൻ ഓതുകയാ. കുറച്ച് സ്വഹാബിമാര് വട്ടം കൂടിയിട്ട് ദിക്ർ പറയുകയാ, കുറച്ച് പേര് സ്വലാത്ത് പറയുകയാ, കുറച്ച് പേര് നിസ്കരിക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, സ്വഹാബാ നിങ്ങൾ ഒരുപാട് പേര് നിസ്കരിക്കുന്നുണ്ടല്ലോ, ഒരുപാട് പേര് ഖുർആൻ ഓതുന്നുണ്ടല്ലോ, ഒരുപാട് പേര് ദിക്റുകളും മറ്റ് തസ്ബീഹുകളും പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ചെയ്യുന്ന ഈ ഇബാദത്തുകൾ കൊണ്ട് നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിനോട് ആ സ്വഹാബിമാര് പറയുകയാ, നബിയേ ഞങ്ങൾ നിസ്കരിക്കുന്നത്, ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത്, ഞങ്ങൾ ഖുർആൻ ഓതുന്നത്, ഞങ്ങൾ സ്വതക്ക കൊടുക്കുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും ആ സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടിയാ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, പറ്റില്ല സ്വഹാബാ, ഇല്ല ഇല്ല സ്വഹാബത്തേ, ഇല്ല ഇല്ല സ്വഹാബത്തേ, നിങ്ങളുടെ ഇബാദത്തുകൾ കൊണ്ടൊരിക്കലും നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കില്ല. ഇല്ലാ റഹ്മതൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും കരുണയുണ്ടാവുണ്ട്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. ആ സമയത്ത് സ്വഹാബിമാര് ചോദിക്കുകയാണ്, നബിയേ ഞങ്ങളൊക്കെ അല്ലാഹുവിന്റെ കരുണ കൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നബിയെ സ്വർഗത്തിലേക്ക് പോവുക? നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ടാണോ നബിയെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവുക എന്ന് ആ സ്വഹാബിമാര് നബി തങ്ങളോട് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, സ്വഹാബത്തേ ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു മിൻ റഹ്മതി, അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് അവന്റെ കരുണ കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പറ്റില്ല സ്വഹാബ. അല്ലാഹുവിന്റെ ഹബീബ് പോലും പറഞ്ഞില്ലേ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ, നമ്മളൊക്കെ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട ദുആയാണ്, ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട ദിക്റാണ്, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ നിന്റെ കരുണ നീ എനിക്ക് തരണേ അല്ലാ. ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ കരുണ ഈ ദുനിയാവിലുണ്ടെങ്കിൽ മാത്രമാണ് അവൻ ഈ ദുനിയാവിൽ വിജയിക്കുക. അല്ലാഹുവിന്റെ കരുണയുണ്ടല്ലോ ആ മനുഷ്യന് മരിക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് അവനിക്ക് മുസ്ലിമായിട്ട് മരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ റഹ്മത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് നാളെ ആരാരും സഹായിക്കാനില്ലാത്ത മഹ്ശറയിലെ അവനിക്ക് സ്വർഗം കിട്ടുകയുള്ളൂ. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാ അള്ളാന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം. അള്ളാന്റെ കരുണ നമ്മളൊന്ന് ചിന്തിച്ചേ, അള്ളാഹ് നമുക്ക് എത്ര കരുണയാ ചെയ്തിട്ടുള്ളത്, നമുക്ക് എത്ര കരുണയാ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇന്ന് ഇവിടെ പ്രസംഗിക്കാൻ വരുന്നതിന് മുമ്പ്
ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയി. അൽഹംദുലില്ലാ, നമ്മുടെ ഇവിടുത്തെ ഉസ്താദിന്റെ വീട്ടിലാണ് പോയത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഉസ്താദിനും കുടുംബത്തിനും ആ ഉമ്മമാർക്കൊക്കെ ഖൈറും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ ചെന്നപ്പോൾ നല്ല മീൻകറിയുണ്ട്, അതുപോലെ മീൻ പൊരിച്ചതുണ്ട്, പിന്നെ തോരന്, അതുപോലെ ചപ്പാത്തി, ഞാൻ എല്ലാം കഴിച്ചു. ബർക്കത്തിന് വേണ്ടി എല്ലാം ഇങ്ങനെ കഴിച്ചു. അപ്പൊ എന്താ, മീൻ കറി പോയത് എൻ്റെ വയറ്റിലേക്കാ, മീൻ പൊരിച്ചത് പോയത് എൻ്റെ വയറ്റിലേക്കാ, അതുപോലെ ഈ ചക്ക ഉണ്ടല്ലോ, അഞ്ഞാരച്ചക്ക, അതും കഴിച്ചു. അപ്പോൾ എന്തൊക്കെ എൻ്റെ വയറ്റിൽ പോയി? എരിവ് പോയി, പുളി പോയി, അതുപോലെ തന്നെ ചവർപ്പ്, മധുരം എല്ലാം എൻ്റെ വയറ്റിലുണ്ട്. നമ്മളൊരു ഫ്രിഡ്ജ് ഒരു മിക്സി വാങ്ങിച്ചാൽ, ഒരു മിക്സി, ആ മിക്സി വാങ്ങിച്ചാൽ ഒറ്റ ജാറാണോ, എത്ര ജാറുണ്ടാവും? ഒരു മിക്സിക്ക് എത്ര ജാറുണ്ടാവും? പറപ്പ 4, 5, 3 എന്തിനാ? ഒറ്റ ജാറ് പോരെ? അല്ല, ഒരു ജാറില് അരി അതുപോലുള്ളതൊക്കെ അരക്കാൻ. ചെറിയൊരു കുഞ്ഞു ജാറുണ്ടാവും, അതിൽ ഈ മല്ലി മുളകൊക്കെ അരക്കാൻ. അതെന്തിനാണ്? കാരണം എല്ലാം കൂടി ഒറ്റ മിക്സിയിലിട്ട് ഒറ്റ ജാറിലിട്ട് അരച്ചാൽ അത് അരയൂല, നമുക്ക് വേണ്ട രൂപത്തിലാവൂല. എന്നാൽ നമ്മുടെ ശരീരം ഒരു ജാറാണ്. പക്ഷെ ഈ ജാറിൽ എല്ലാം പൊറ്റും. നമുക്കിപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നാരങ്ങാ വെള്ളം, ചായ, സമൂസ, അതുപോലെ കട്ട്ലേറ്റ്, അതുപോലെ തന്നെ ചിലപ്പോൾ തണ്ണിമത്തൻ ഉണ്ടാകും, മുന്തിരി ഉണ്ടാകും, ഈത്തപ്പഴം. അതായത് പറഞ്ഞു വന്നത് എല്ലാ രുചിയും ഒരേ സമയത്ത് നമ്മുടെ വയറ്റിലേക്ക് പോകുന്നു. ഒരു കുഴപ്പമില്ല. എന്തേ? അത് അള്ളാഹുവിന്റെ കരുണയാണ്. ഒരേ സമയത്ത് മധുരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നെങ്ങാനും അള്ളാഹ് വിധിച്ചിരുന്നെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവില്ലേ? സമൂസ നോക്കി വെറുതെ നമുക്ക് വെള്ളം ഇറക്കാനേ പറ്റൂ, അല്ലേ? അപ്പോ അല്ലാഹു തആല അങ്ങനെയൊന്നും പറഞ്ഞില്ല, നിങ്ങൾക്കെല്ലാം കഴിക്കാം. അത് അള്ളാഹുവിന്റെ കരുണയാണ്. നമുക്ക് അല്ലാഹു തആല കുടിക്കാനും കുളിക്കാനും നനക്കാനും വെള്ളം തന്നു, നമുക്ക് ഭക്ഷണം തന്നു, നമുക്ക് വസ്ത്രം തന്നു, നമുക്ക് വീട് തന്നു, ഭാര്യയെ തന്നു, ഭർത്താവിനെ തന്നു, മക്കളെ തന്നു, ജോലി തന്നു, ആയുസ് തന്നു, നമുക്ക് ആരോഗ്യം തന്നു, അല്ലേ? ശ്വസിക്കാൻ, അല്ലെ? ഞാനിപ്പോ ഇവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10:30 തുടങ്ങിയല്ലേ, 10:30 ഒരു 25 മിനിറ്റായി. ഞാനിവിടെ വന്നിട്ട് ശ്വാസം എടുക്കുന്നു, ശ്വാസം നിശ്വസിക്കുന്നു, അല്ലെ? ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് നിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ എത്രയോ മണിക്കൂറായി ഇവിടെ വന്നിരിക്കുന്നു. നമ്മൾ ആരെങ്കിലും ശ്വാസം എടുക്കുമ്പോൾ ബിസ്മില്ലാ, നിശ്വസിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ടോ? ഇല്ല. അങ്ങനെ പറയണമെന്ന് പടച്ചോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയണം. അത് അല്ലാഹ് പറഞ്ഞതാണ്. ഇതുപോലെ ശ്വാസം എടുക്കുമ്പോൾ ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അങ്ങനെ എങ്ങാനും പടച്ചോ നമ്മളോട് പറഞ്ഞെങ്കിൽ ബിസ്മില്ലായും അൽഹംദുലില്ലായും പറയാനേ നേരം ഉണ്ടാകും. പടച്ചോൻ പറ, അങ്ങനെയൊന്നും നിങ്ങളെ കൊണ്ട് ഇടങ്ങേറാക്കിക്കില്ല. നമ്മൾ ഒരു മനുഷ്യൻ ഒരു ദിവസം ശ്വാസം എടുക്കുന്നു, നിശ്വസിക്കുന്നു, എത്ര പ്രാവശ്യം എന്നറിയോ? പറയണ മക്കളെ, സമ്മാനോട് പറഞ്ഞ എത്ര പ്രാവശ്യം എന്നറിയോ? 1000, 100 രൂപയാണ്. ഇനി ചോദ്യങ്ങൾ ഇടക്കിടക്ക് വരും, അപ്പോ പറഞ്ഞ ഈ സമ്മാനം തരാം കേട്ടോ. 24,000 പ്രാവശ്യമാണ്. 24,000 പ്രാവശ്യമാണ് ഒരു മനുഷ്യൻ ശ്വാസം എടുക്കുന്നത്, നിശ്വസിക്കുന്നത്. നമ്മൾ അറിയുന്നത് പോലുമില്ല. അതെല്ലാം കൃത്യസമയത്ത് അല്ലാഹു നമുക്ക് ചെയ്തു തരുകയാണ്, അല്ലേ? അതല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. അല്ലാഹു ഒരുപാട് കരുണ നമുക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ. അല്ലാഹു തആല നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ നോക്കിയാൽ തന്നെ അല്ലാഹനെ നമുക്ക് മനസ്സിലാകുന്നതാണ്. നമ്മുടെ ലോകത്ത് ഒരുപാട് മൂലകങ്ങളുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ മൂലകങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ്. നമ്മുടെ ശരീരത്തിലുണ്ട് ഓക്സിജൻ, അതുപോലെ തന്നെ അയൺ, കാർബൺ, ഹൈഡ്രജൻ, കാൽസ്യം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, അതുപോലെ മഗ്നീഷ്യം, കോപ്പർ, അയഡിൻ, സിങ്ക്, സിലിക്കോൺ, ഇങ്ങനെ എല്ലാ സാധനവും നമ്മുടെ ശരീരത്തിലുണ്ട്. കുറച്ച് കൂടിയ പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ചില ആളുകൾ ഇങ്ങനെ തലകറങ്ങി വീഴൂലേ? നമ്മൾ പറയും എന്താ, ഷുഗർ കുറഞ്ഞു, ഷുഗർ കൂടി, പ്രഷർ കുറഞ്ഞു, പ്രഷർ കൂടി. അപ്പൊ എന്ത് തള്ള തന്നിട്ടുണ്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാ അവിടെ പ്രശ്നം വരും. അൽഹംദുലില്ലാ, നമ്മളൊക്കെ എത്ര പ്രാവശ്യമാണ് അല്ലാഹുവിനോട് നന്ദി പറയേണ്ടത്, അല്ലെ? കോടിക്കണക്കിന് രൂപയുടെയാണ് എന്റെ ശരീരം, എന്റെ ബോഡി എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ ശരീരം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ മുതലാണ്. നമ്മുടെ തലച്ചോറ്, നമ്മുടെ കണ്ണ്, ഹൃദയം, വൃക്ക, കരൾ, കിഡ്നി, ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ എത്ര പൈസ കിട്ടുമെന്ന് അറിയാം? കോടിക്കണക്കിന് രൂപ കിട്ടും.
നമുക്ക് അള്ളാഹു അതൊക്കെ ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. ഒരു ദിവസം ഒരു മനുഷ്യൻ അവന്റെ വായിൽ നിന്നും അവന്റെ ഉമിനീരുണ്ടല്ലോ, തുപ്പൽ എന്ന് പറയും ഉമിനീര്, അത് എത്ര ഉണ്ടാവും എന്നറിയോ? 1 ലിറ്റർ ഉണ്ടാകും. 1 ലിറ്റർ വായ ഇങ്ങനെ തുറന്നു വെച്ച് അടിയിൽ ഒരു 1 ലിറ്ററിന്റെ കുപ്പി വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം 1 ലിറ്റർ ഉമിനീര് വരുമെന്നാണ്. നമ്മളിപ്പോ കൊറോണയുടെ സമയത്ത് മാസ്ക് വെക്കാൻ പറഞ്ഞു. എന്തിനാ മാസ്ക് വെക്കാൻ പറഞ്ഞത്? ആളെ തിരിച്ചറിയാതിരിക്കാനല്ല. നമ്മൾ എന്ന് പറഞ്ഞ തുമ്മൂലേ അല്ലെങ്കിൽ ചുമക്കൂലേ, ആ സമയത്ത് നമ്മുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന കണങ്ങളുണ്ട്. നമ്മുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചില ദ്രവങ്ങൾ 161 കിലോമീറ്ററിൽ സഞ്ചരിക്കുമെന്നാണ്. ആ നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ സ്പീഡിൽ അതിങ്ങനെ സഞ്ചരിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് 161 കിലോമീറ്റർ സഞ്ചരിക്കുമെന്നാണ്. എന്താ നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുതമാണ്. അത്ഭുതമാണ്, വിശദീകരിച്ച് പറയാൻ സമയമില്ല. അത്ഭുതമാണ് അല്ലെ? നമ്മുടെ കണ്ണ് എന്തൊരു അത്ഭുതമാണ്. ഞാൻ ജോലി ചെയ്ത പഴയ മഹല്ലില്, അവിടെ മഹല്ലിലെ ഒരു ഭാരവാഹി, അദ്ദേഹം ഇങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുക. നമുക്കൊക്കെ അനുഭവം ഉണ്ടാകും. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ഒരു പ്രാണി വന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ കൊണ്ടു. ചെറിയൊരു പ്രാണി വന്ന് കണ്ണിൽ കൊണ്ട്. അദ്ദേഹം ആ സമയത്ത് നമ്മളൊക്കെ പറ്റുന്നതാ, ഒന്ന് ഒരച്ചു, കൈ കൊണ്ടൊന്ന് ഒരച്ചു. പിന്നെ വീട്ടിലേക്ക് പോയി, വീട്ടിൽ പോയി ഒന്ന് കഴുകി, കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അതിങ്ങനെ വീർത്തിരിക്കുക കണ്ണ്. നല്ല അസഹ്യമായ വേദന, ഭയങ്കര വേദന, നീര് വന്ന് വീർത്ത്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും ആസ്റ്റർ മെഡിസിറ്റി, ചെറിയ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു നമ്മുടെ കൈ നിൽക്കൂല, ആ വലിയ ആശുപത്രി കൊണ്ടുപോയി. ആസ്റ്റർ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി. അദ്ദേഹം പറയുന്നു, ആ കണ്ണുമായി ബന്ധപ്പെട്ട ചികിത്സ നടത്തിയതിന് ചെലവായത് 75,000 രൂപയാണ്. എന്താ 75? ഒരു ചെറിയ പ്രാണി കണ്ണിൽ വീണതാണ്. അള്ളാഹ് നമുക്ക് നൽകിയ അനുഗ്രഹം, അള്ളാഹ് നമുക്ക് നൽകിയ കാരുണ്യം ഒരു സമയമെങ്ങാനും അള്ളാഹു പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവേ, പിന്നെ നമ്മുടെ ജീവിതം തന്നെ കോന്നാട്ടയായി മാറും. നമ്മൾ സാധാരണ കോന്നാട്ടയായി മാറും, ജീവിതം തന്നെ താറുമാറായി മാറും. അതുകൊണ്ട് നമ്മൾ ദുആരക്കണം, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അള്ളാഹുവേ, നിന്റെ കരുണ നീ എന്റെ ജീവിതത്തിൽ തരണേ അല്ലാഹ്. ഈ ദുനിയാവിലെ ജീവിതത്തിൽ മാത്രമല്ല അള്ളാഹുവേ, എപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ കരുണ വേണ്ടതെന്നറിയോ? നമ്മളൊക്കെ മരിക്കാൻ കിടക്കുമ്പോഴാ. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് 4 പ്രയാസങ്ങളാണ് അവന്റെ മുന്നിലുണ്ടാകുന്നത്. ഒന്നാമത്തെ പ്രയാസം എന്തെന്നറിയോ? അള്ളാഹുവേ, ഒന്നാമതായി ആ മനുഷ്യൻ ചിന്തിക്കുന്നത്, റബ്ബേ, ഞാൻ എന്റെ മരണത്തിന് ശേഷം വിജയിക്കുമോ പരാജയപ്പെടുമോ? എനിക്ക് കെലിമ ചൊല്ലി മരിക്കാൻ പറ്റുമോ അല്ലാ? കെലിമ ചൊല്ലി മരിക്കാൻ പറ്റാതെ പോകുമോ അല്ലാ? അതാണ് ഒന്നാമതായി ആ മനുഷ്യൻ ചിന്തിക്കുന്നത്. രണ്ടാമതായി ചിന്തിക്കുന്നത് എന്തെന്നറിയോ? ആ മനുഷ്യൻ അതാ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുകയാ. അസ്രായീൽ എന്ന മലക്കിനെ കാണുന്ന സമയത്ത് ആ മനുഷ്യൻ ഇങ്ങനെ പേടിച്ച് വിറക്കുകയാണ്. ആ പേടിച്ച് വിറക്കുന്ന സമയത്ത് അള്ളാന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാ, ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ ചിന്തിക്കുന്നത്, റബ്ബേ, ഈ ദുന്യാവിൽ നിന്നും ഞാൻ പോകേണ്ടത് ഖബറാകുന്ന ലോകത്തേക്കാണല്ലോ. ഖബറാകുന്ന ലോകത്തേക്ക് ഞാൻ കടന്നു ചെന്നാൽ എന്റെ ഖബർ നീ വിശാലമാക്കി തരുമോ അല്ലാ? ഖബറിലെ ശിക്ഷ എന്നെ വിഴുങ്ങുമോ അല്ലാ? ഖബർ എന്നെ നെരുക്കുമോ അല്ലാ എന്നുള്ള അതാ മൂന്നാമത്തെ ബേജാറാണ് ആ മനുഷ്യനുണ്ടാവുക. നാലാമത്തെ ബേജാർ ഏതെന്നറിയോ? ആ മനുഷ്യൻ ഇങ്ങനെ നോക്കുമ്പോ അയാളുടെ കുടുംബത്തെ വിട്ടുപോവുകയാ. ഭാര്യ കരയുകയാണ്, മക്കള് കരയുകയാണ്. എല്ലാവരെയും തനിച്ചാക്കിയിട്ട് ഞാൻ പോകേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്തയാണ് നാലാമതായി ആ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതിനേക്കാൾ ഏറ്റവും വലിയ ഫിത്ന ഏതെന്നറിയോ? ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാണെന്നറിയോ? ആ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു ലഅനതായ ഇബ്ലീസ്. ഇബ്ലീസ് കടന്നു വന്നിട്ട് പറയും, മോനെ, ഞാൻ നിന്റെ ഉമ്മയാണടാ, ഞാൻ നിന്റെ വാപ്പയാണടാ, എന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ടടാ, നിനക്ക് ഞാൻ ഈ വെള്ളം തരാൻ, പക്ഷേ നീ കെലിമ ചൊല്ലാൻ പാടില്ല. അല്ലാഹുവാണ് ആരാധനക്കർഹനെന്ന് നീ പറയാൻ പാടില്ല. ഒരുപാട് പേര് ആ ഒരു ഇബ്ലീസിന്റെ ചതിക്കുഴിയിൽ
വീണു പോകുന്നതാണ്. അള്ളാഹുവിന്റെ കരുണ ഉള്ളവർക്ക് മാത്രമാണ് ആ സമയത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് ലോകത്തിന്റെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ടാണ് നമ്മൾ മജ്‌ലിസുന്നൂറിൽ നമ്മൾ പറയാറുണ്ടല്ലോ, പാടാറുണ്ടല്ലോ, ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന. അല്ലാഹുവേ, ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ആ സമയത്ത് നിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് അല്ലാഹ് ഞങ്ങൾക്ക് ഈമാൻ തിരിച്ചു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ നമ്മൾ പറയേണ്ട ദുആയാണ്, മറന്നു പോവല്ലേ. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഈ ദുആ നമ്മൾ മറന്നു പോവരുതേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ലോകത്ത് മനുഷ്യന്മാർ പലവിധമാണ്, ലോകത്ത് മനുഷ്യന്മാര് പലവിധമാണ്. ആ മനുഷ്യന്മാരിൽ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മനുഷ്യനാരെന്നറിയോ? ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ തെറ്റുകൾ മാത്രം ചെയ്യുന്ന ആളുകളാ. 24 മണിക്കൂറും എന്നല്ല, അവരുടെ ജീവിതത്തിൽ മുഴുവനും സംഭവിക്കുന്നത് അബദ്ധങ്ങളാണ്, തെറ്റുകളാണ്, ദോഷങ്ങളാണ്. രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ? അവരാരെന്നറിയോ? അവർ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളാ, ഒരു തെറ്റും ചെയ്യാത്തവരാ, 24 മണിക്കൂറും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാ. മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? അല്ലാഹുവിനെ അവർ ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ തെറ്റുകളിലേക്ക് പോകുന്നവരാ, അബദ്ധങ്ങളിലേക്ക് പോകുന്നവരാ. അവരൊക്കെ തെറ്റ് ചെയ്താലും അവർ അല്ലാഹുവിലേക്ക് ഏറ്റുപറയും, റബ്ബേ ഇന്ന് ഞാൻ തെറ്റ് ചെയ്തു പോയി അല്ലാ, ഞാൻ ഇന്നൊരു പാപം ചെയ്തു പോയി അല്ലാ, എന്റെ തെറ്റും എന്റെ പാപവും നീ പൊറുത്തു തരണേ അല്ലാ എന്ന് പറയുന്നവരാണ് മൂന്നാമത്തെ വിഭാഗം. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഈ 3 വിഭാഗം ആളുകളിൽ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മൂന്നാമത്തെ വിഭാഗം ആളുകളിലേക്കാണ്. കാരണം എന്തെന്നറിയോ? നമ്മളൊക്കെ മനുഷ്യരല്ലേ, തെറ്റുകൾ നമുക്ക് സ്വാഭാവികമായി പലപ്പോഴും സംഭവിച്ചു പോവാറുണ്ടല്ലോ. കണ്ണുകൊണ്ട് കാണുന്നത് പലപ്പോഴും തെറ്റല്ലേ, ചെവി കൊണ്ട് കേൾക്കുന്നതും തെറ്റല്ലേ, നാവുകൊണ്ട് പറയുന്നതും തെറ്റല്ലേ, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതും തെറ്റല്ലേ. പക്ഷേ അങ്ങനെയൊക്കെ തെറ്റ് സംഭവിച്ചാൽ, പടച്ചവരെ എനിക്ക് തെറ്റ് പറ്റിപ്പോയി അല്ലാ, ഞാനിതാ തൗബ ചെയ്യുകയാണ്, ഞാനിതാ ഇസ്തിഗ്ഫാർ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്ന, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ലോകത്തിന്റെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് നമ്മളൊക്കെ മൂന്നാമത്തെ കാറ്റഗറിയിലാണ്. നമ്മളൊക്കെ നിസ്കരിക്കും, നോമ്പ് പിടിക്കും, പക്ഷേ പലപ്പോഴും തെറ്റുപറ്റി പോകുന്നവരാ. അപ്പൊ നമ്മൾ തെറ്റുപറ്റിയാൽ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിച്ചാൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകുന്നത് നമ്മളോടായിരിക്കും. എന്താ ചെയ്യേണ്ടത്? റമളാൻ വരാൻ കാത്തു നിൽക്കണ്ട. റമളാനിന് മുമ്പേ, റമളാൻ മുന്നൊരുക്കമായി നമ്മുടെ തെറ്റുകൾ നമ്മൾ പൊറുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എന്താ ചെയ്യേണ്ടത്? ഇസ്തിഗ്ഫാർ പറയണം. നമ്മളെ അസ്തഗ്ഫിറുല്ലാഹ് പറയും. എപ്പോ പറയും? നിസ്കാരം ഇങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്തഗ്ഫിറുല്ലാഹ് ആകെ പറയുന്ന ഇസ്തിഗ്ഫാർ ആ സമയത്തുള്ള 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പോരാ. ജീവിതത്തിൽ നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുന്നത് പോലെ, അൽഹംദുലില്ലാഹ് പറയുന്നത് പോലെ, അല്ലാഹു അക്ബർ പറയുന്നത് പോലെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് പോലെ, എൻ്റെ ഉമ്മമാരെ പരിശുദ്ധമായ ഈ മജ്‌ലിസുന്നൂറിന്റെ സദസ്സിൽ വെച്ച് നമ്മൾ നിയ്യത്ത് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഈ കുറഞ്ഞ ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് ഇസ്തിഗ്ഫാർ പറയും റബ്ബേ. ഒരു ദിവസം ചുരുങ്ങിയത് 33 പ്രാവശ്യം എങ്കിലും ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും അല്ലാ എന്ന് ഈ സദസ്സിൽ വെച്ച് ഏതെങ്കിലും ഒരു ഉമ്മയോ ഏതെങ്കിലും ഒരു വാപ്പയോ നിയ്യത്ത് ചെയ്താൽ നമ്മുടെ ഈ സദസ്സ് അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, മൻ അക്സറ മിനൽ ഇസ്തിഗ്ഫാർ, ഏതെങ്കിലും ഒരു പെണ്ണ്, ഏതെങ്കിലും ഒരു ആണ് അവൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച, അവൾ
ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച, അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാക്ക് പറഞ്ഞാൽ ജഅലഹുല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ദീകിൻ മഖ്റജാ വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച ഒന്നാമതായി അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അവന്റെ പാപങ്ങളുണ്ടല്ലോ, അവന്റെ തെറ്റുകളുണ്ടല്ലോ, അത് അല്ലാഹു പുറത്തു തരുന്നതാണ്. എത്രയോ സഹോദരന്മാരാണ് ദുആരക്കാൻ പറഞ്ഞത്, എത്രയോ സഹോദരിമാരാണ് ദുആരക്കാൻ പറയുന്നത്. ഉസ്താദേ, ഞങ്ങൾക്ക് പ്രായം 25 കഴിഞ്ഞു, 27ആയി, 30ആയി, 35ആയി, ഇതുവരെ കല്യാണം നടക്കുന്നില്ല. പല ആലോചനകളും വരുന്നുണ്ട്, പക്ഷേ ഒന്നും ശരിയാകുന്നില്ല. പണ്ടൊക്കെ പെണ്ണുങ്ങളാണ് പുര നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ഇന്ന് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ആണുങ്ങളാണ്, യുവാക്കളാണ് പുര നിറഞ്ഞു നിൽക്കുന്നത്. കല്യാണമൊന്നും ശരിയാകുന്നില്ല എന്ന് പരാതി പറയുന്ന എത്രയോ ചെറുപ്പക്കാരാ ഉള്ളത്, എത്രയോ പരിഭവം പറയുന്ന സഹോദരിമാരാ ഉള്ളത്. ഞാനൊരു പോംവഴി പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഇന്നു മുതൽ എല്ലാ ദിവസവും 33 പ്രാവശ്യം ഏതെങ്കിലും ഒരു സമയത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അസ്തഗ്ഫിറുല്ലാഹ് എന്നെങ്ങാനും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഒരു മാസത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 27 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ മുടങ്ങാതെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഖൈറായ ഇണകളെ അല്ലാഹു അടുപ്പിച്ചു തരുന്നതാ. പിന്നെയോ എത്രയോ ഉമ്മമാരാണ്, എത്രയോ ഉപ്പമാരാ പരാതി പറയുന്നത്, ഉസ്താദേ ഞങ്ങളുടെ മക്കളൊന്ന് നന്നാവാന് ദുആരക്കണേ. പല ഉപ്പമാരും പല സഹോദരന്മാരും പറയുന്നത് മക്കളില്ലാതെ വിഷമിക്കുന്നു എന്നാണ്. എറണാകുളം ജില്ലയിലെ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലാണ് ഞാൻ ഖത്തീബായി ജോലി ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്, ആ ഖത്തീബായി ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ അനുഭവം എന്തെന്നറിയോ? ഒരു വെള്ളിയാഴ്ച ഞാൻ എൻ്റെ റൂമിൽ നിന്നും പള്ളിയിലേക്ക് ഖുതുബക്ക് വേണ്ടി കടന്നു വരുന്ന സമയത്ത് ലക്ഷദ്വീപിലെ അമിനി ദ്വീപുകാരായ 2 സഹോദരന്മാര് കടന്നു വരികയാ. 2 സഹോദരന്മാരാ. ഒന്നാമത്തെ സഹോദരൻ വന്ന് പറയുന്നത്, ഉസ്താദേ ദുആ ചെയ്യണേ, കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായി, മക്കളില്ല, പോകാത്ത പള്ളികളില്ല, ചെയ്യാത്ത നേർച്ചകളില്ല, നിസ്കരിക്കാത്ത നിസ്കാരങ്ങളില്ല, നിങ്ങളൊന്ന് ദുആരക്കടേ, മക്കളുണ്ടാവാന് നിങ്ങളൊന്ന് പടച്ചോനോട് പറയണേ. ഇതൊരു സഹോദരൻ പറഞ്ഞിട്ട് അദ്ദേഹം റൂമിൽ നിന്നും ഇറങ്ങുമ്പോ രണ്ടാമത്തെ സഹോദരൻ വരികയാ. അദ്ദേഹം പറയുന്നത്, ഉസ്താദേ നേരത്തെ വന്നതെന്റെ ജ്യേഷ്ഠനാ, അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല, അതാണ് അദ്ദേഹത്തിന്റെ വിഷമമെങ്കിൽ എന്റെ വിഷമം ഏതെന്നറിയോ? കല്യാണം കഴിഞ്ഞിട്ട് റബ്ബേ പടച്ചവൻ എന്നെ അനുഗ്രഹിച്ച് എനിക്ക് 3 ആൺമക്കളെയാ തന്നിട്ടുള്ളത്. ഉസ്താദേ എന്റെ മക്കളൊന്ന് നന്നാവാൻ നിങ്ങളൊന്ന് ദുആരക്കണേ. എന്റെ മക്കള് കഞ്ചാവ് കേസിൽ പെട്ടുപോവുകയാ, മയക്കുമരുന്നിന്റെ കേസിൽ പെട്ടുപോവുകയാ, അശ്ലീലത്തിന്റെ കേസിൽ പെട്ടുപോവുകയാ. ഞാൻ എന്റെ മക്കളെ കൊണ്ട് ഇടങ്ങേറായി ഉസ്താദേ, എന്റെ മക്കളൊന്ന് നന്നാവാൻ നിങ്ങളൊന്ന് ദുആരക്കണേ. ആദ്യത്തെ ആള് വന്ന് പറഞ്ഞത് മക്കളില്ല, മക്കളുണ്ടാവാനാ. രണ്ടാമത്തെ മനുഷ്യൻ വന്ന് പറഞ്ഞത് മക്കളൊന്ന് നന്നായി കിട്ടാനാ. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുണ്ടല്ലോ, ഉള്ള മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്ന ഉമ്മമാരുണ്ടല്ലോ, മക്കളില്ലാത്തവരെ മക്കളുണ്ടാവണോ? മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്നവരെ ആ മക്കള് സ്വാലിഹീങ്ങളാവണോ? ഒരു കാര്യം മുറുകെ പിടിക്കണേ, അത് മറ്റൊന്നുമല്ല, ഇസ്തിഗ്ഫാറാ. നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയിൻ. ഒരു ദിവസം 33 പ്രാവശ്യമെങ്കിലും ഒരാൾ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളാണ് അല്ലാഹു കൊടുക്കുന്നത്. മാറാ രോഗങ്ങളെ തൊട്ടുള്ള കാവൽ കൊടുക്കുമല്ലോ, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമല്ലോ. അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ആയുസ് ദീർഘിച്ച് കിട്ടണോ, അപകട മരണങ്ങളെ തൊട്ടുള്ള കാവൽ വേണോ? നീ വിചാരിക്കാത്ത രൂപത്തിൽ നിനക്ക് പടച്ചവൻ ഭക്ഷണം തരുന്നതാ. ഒരു കാര്യം മാത്രം അധികരിപ്പിച്ചാൽ മതി, അത് പരിശുദ്ധമായ ഇസ്തിഗ്ഫാറാ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ മറന്നു പോവല്ലേ. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ കേട്ട ഈ പ്രസംഗം
നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന പാഠഭാഗങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പറഞ്ഞ എനിക്കും കേട്ട നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള പ്രസംഗങ്ങൾ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ നമ്മുടെ ചാനലിൽ ഇടണമെന്ന് ചിലർക്ക് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലുള്ള പ്രഭാഷണ ശകലങ്ങളൊക്കെ അല്പാൽപമായിട്ട് കേൾക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ്, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം റബ്ബ് തആല സ്വീകരിക്കുമാറാവട്ടെ. നിരവധി ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു എല്ലാവർക്കും ഖൈറും സലാമത്തും ഒക്കെ കൊടുക്കട്ടെ. ആമീൻ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.